ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൻ വീഡിയോ ആണ്. ഞാൻ കുറച്ച് വലിയ വൻപയർ എടുത്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരു 3 വിസിലൊക്കെ മതിയാകും. അപ്പോഴേക്കും ഞാൻ കുറച്ച് 2 സവോളയും തക്കാളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് പുതിയൊരു ചോപ്പർ കാണിക്കുന്നുണ്ട്. ക്രോംപ്ടൻ്റെ ചോപ്പ് മാക്സ് എന്നും പറഞ്ഞ് കിട്ടുന്നതാണ്. ഞാൻ ഹസ്ബൻഡ് ഒരു സെമിനാറിന് പോയപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. ഇത് പൈസ കൊടുത്ത് വാങ്ങിയതല്ല, പക്ഷെ എന്നാലും നല്ല ഉപയോഗമുണ്ട്. ഇത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ വില എനിക്കറിയില്ല. സെമിനാറിന് പോയപ്പോൾ കിട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസൊന്നും അതിൽ കാണിച്ചിട്ടില്ല. പക്ഷേ നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു എന്താ പറയുക, കുത്തലൊന്നും വരുന്നില്ല. നമ്മൾ ചോപ്പറിൽ വലിക്കുമ്പോഴാണ് ഒരു വല്ലാത്ത കുത്തൽ വരില്ലേ, അതൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ചോളൂ കേട്ടോ, നല്ലതാണ്. ഇപ്പം പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ഇത് കണ്ടപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ 2 തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളി വേറെ വേണേൽ ചോപ്പ് ചെയ്യാം, ഇതൊന്നിച്ച് ചോപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പച്ചമുളകൊന്നും ഇടുന്നില്ല കേട്ടോ, കാരണം പച്ചമുളക് 2 ചോപ്പ് ചെയ്യുന്നില്ല, 2 വെറുതെ മുറിച്ചിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏത് കുക്കിംഗ് ഓയിൽ വേണേലും നിങ്ങൾക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. സവോളയും തക്കാളിയും കൂടെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ അതിലേക്ക് ഇടുന്നുണ്ട്. വെറുതെ കട്ട് ചെയ്തിടുന്നതേ ഉള്ളൂ, ചെറുതായിട്ട് മുറിച്ചൊന്നും ഇടുന്നില്ല. ഇനി ഞാൻ എടുക്കുന്നത് ഷെസ്വാൻ്റെ ചട്നിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതും കൂടെ ചേർക്കുമ്പോൾ. ഇത് 1 സ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചട്നി നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് വെച്ചുണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മറ്റേ നമ്മൾ പയറിന് മഞ്ഞളും ഉപ്പും ഇട്ടതായിരുന്നു. എരിവൊന്നും അധികമില്ലാത്ത ഒരു കറിയാണ്, എന്നാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ആ വേവിച്ച് വെച്ച പയറും കൂടെ ഇട്ട് കൊടുക്കാം. പയറും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഈ മസാലയും അതുപോലെ തക്കാളിയുടെ ഉള്ളിയുടെ ഫ്ലേവറും എല്ലാം ആ പയറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ചപ്പാത്തിക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരുന്നു. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പയറൊക്കെ ഓൾറെഡി കുക്കറിൽ വേവിച്ചതാണല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ കറി റെഡിയാകും. നമുക്ക് ഗ്രേവി എത്ര വേണോ അത്രയും വെള്ളം നിർത്തിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ആ പയറിൻ്റെ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് തിക്കായിട്ടാണ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്